ഹായ് നമസ്കാരം, അറിവിൻ്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് LGSൻ്റെ സിലബസ് പ്രകാരമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ LGSൻ്റെ എയിം സ്റ്റഡീസ് എന്ന ബ്രാഞ്ച് ഒരു ചാനൽ തന്നെയാണ് അറിവിൻ്റെ പേടകം എന്ന് പറയുന്നത്. അപ്പോൾ LGSൻ്റെ ക്രാഷ് കോഴ്സ് എയിം സ്റ്റഡീസ് സെൻ്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷയും പേഴ്സണൽ മെൻറ്റർഷിപ്പ് അടങ്ങുന്ന കോഴ്സാണ് LGSന് വേണ്ടി നൽകുന്നത്. അതോടൊപ്പം തന്നെ LGS പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 50 മോഡൽ പരീക്ഷ, അതായത് 25 PYQ പ്ലസ് 25 മോഡൽ പരീക്ഷ പ്ലസ് 25 ലൈവ് ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കും. നമുക്കിനി LGSൻ്റെ ക്രാഷ് കോഴ്സ് വേണ്ട, ഇത് മാത്രം മതിയെങ്കിൽ ഇത് മാത്രം നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ്? 249 രൂപ മാത്രമേ പർച്ചേസ് ചെയ്താൽ മതി. ഏറ്റവും ചെറിയ ഫീസ് തന്നെയാണ് കോഴ്സുകളെല്ലാം തന്നെ നൽകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഈ ഒരു ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമര സേനാനി മൊത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കണ്ടൻസും എല്ലാവരെ പറ്റിയും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ തരുന്നത്. ചാനലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലേക്ക് ഒരു ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ്, മോഡൽ പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സും PDF എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും ആളെ തിരിച്ചറിയുക. ഓക്കെ, ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വതന്ത്രത്തിലേക്ക് ഉണർന്നെണീക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി 1952 രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷനായ ആദ്യ വ്യക്തി, നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ച വ്യക്തി, രവീന്ദ്രനാഥ് ടാഗോർ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ് ആൻസർ ആയിട്ട് വരും. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് നമ്മൾ നോക്കാം. എക്സാമിന് ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഫാക്ട്സ്. ഓക്കെ, ജനനം 1889 നവംബർ 14 അല്ലേ? അപ്പോൾ നമുക്ക് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല. ഏത് നവംബർ 14 നമുക്ക് വേണം ശിശുദിനമായി ആഘോഷിക്കും. പക്ഷെ 1889 അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടില്ല വലിയ രീതിയിൽ. എന്നാലും ഒന്ന് LGS എക്സാം അല്ലേ, ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലേ? ഓക്കെ, കുടുംബ വീട് എന്താണ്? ആനന്ദ ഭവനം എന്ന പേരിലാണ് കുടുംബ വീട് അറിയപ്പെടുന്നത്. ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദെൻ ശിശുദിനമായി ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. എപ്പോഴാണ്? നവംബർ 14. നവംബർ 14 വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കമന്റ് ചെയ്യുക കേട്ടോ, എന്താണ് ആൻസർ എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് PSC പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് മക്കളെ? 1912 ബങ്കിപൂർ സമ്മേളനമാണ്. ഏതാണ്? നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 1912 ബങ്കിപൂർ സമ്മേളനം അല്ലെ? INC എപ്പോഴാണ് വന്നത്? 1885 ഡിസംബർ 28. നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് 1916 ലക്നൗ സമ്മേളനം. ഏതാണ് മക്കളെ? 1916 ലക്നൗ സമ്മേളനത്തിലാണ് നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. ദെൻ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ്? നമ്മൾ പറഞ്ഞില്ലേ 1912 ബങ്കിപൂർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് INC സമ്മേളനം എന്ന് പറഞ്ഞു. ദെൻ ഇവിടെ എന്താണ്? നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാഹോർ സമ്മേളനം എപ്പോഴാണ്? 1929 ലാഹോർ സമ്മേളനം അല്ലെ? ആ സമയത്ത് തന്നെയാണ് എന്താണ്? ആ സമ്മേളനത്തിൽ തന്നെ വെച്ചിട്ടാണ് എന്ത്? 1929 ഡിസംബർ 31 എവിടെ വെച്ചാണ് ചോദിച്ചിട്ട്? രവി നദീ തീരത്ത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയതും എപ്പോഴാണ്? ഈ 1929 ലാഹോർ സമ്മേളന സമയത്ത്. ദെൻ 1938 നിലവിൽ വന്ന ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും ഫാക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തി അല്ലെ. ദെൻ പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 1950 നിലവിൽ വന്ന അല്ലെ എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ കൂടിയായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. then 1946 സെപ്റ്റംബർ 2 നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷ പദവി കൂടി അദ്ദേഹം വഹിച്ചു. അപ്പൊ ഇത്രയും വർഷങ്ങൾ ഈ ഒരു സമ്മേളനം അല്ലെ 1912 ബങ്കിപ്പൂർ സമ്മേളനം ആദ്യമായി പങ്കെടുത്ത് 1929 ലാഹോർ സമ്മേളനം പ്രസിഡന്റ് ആയത്. ദെൻ എന്താണ് ക്വിറ്റ് ഇന്ത്യ സമര സമയത്തും ആസൂത്രണ കമ്മീഷൻ 1950 ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച പ്രധാന മന്ത്രി ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തിയൊക്കെ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ഭരണഘടന നിർമ്മാണ സമിതിയിൽ അല്ലെ 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ്. ദെൻ 1947 ഓഗസ്റ്റ് 14 അല്ലെ അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വെച്ച് നെഹ്റു നടത്തിയ വിഖ്യാതമായ പ്രസംഗം ഏതായിരുന്നു? ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. എന്താണ്? വിധിയുമായുള്ള കൂടിക്കാഴ്ച. എപ്പോഴായിരുന്നു? 1947 ഓഗസ്റ്റ് 14. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വതന്ത്രത്തിലേക്ക് ഉയർന്നെണീക്കുന്നുവെന്ന് പറഞ്ഞത് ആര്? ജവഹർലാൽ നെഹ്റുവാണ്. അവിശ്വാസ പ്രമേയം നേരിട്ട് ആദ്യ പ്രധാനമന്ത്രിയാണ് അല്ലെ. ദെൻ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 1952 രൂപീകൃതമായ എന്താണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യ അധ്യക്ഷൻ കൂടിയായിരുന്നു ആര്? നെഹ്റു. ആരാണ്? നെഹ്റു ആയിരുന്നു. ക്ലിയർ ആണോ? ദെൻ പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൊറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചു. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം എപ്പോഴാണ്? 1955 എപ്പോഴാണ് നെഹ്റു അന്തരിച്ചത്? 1964 എപ്പോഴാണ്? 1964 എപ്പോഴാണ് ജനിച്ചത്? 1889 നവംബർ മാസം 14 ജനിച്ചത്. ദെൻ 1964 അന്തരിച്ചു. സമാധി സ്ഥലം എവിടെയാണ്? ശാന്തിവനം. എവിടെയാണ് മക്കളെ? ശാന്തിവനമാണ്. ദെൻ നെഹ്റുവുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷണങ്ങളും കൂടി നോക്കാം. എന്താണ്? ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചു. ആരാണ് വിശേഷിപ്പിച്ചത്? ടാഗോർ ആയിരുന്നു അല്ലെ. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസൻ ചർച്ചിലായിരുന്നു. ആരാണ്? ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസൻ ചർച്ചിൽ കൂടിയായിരുന്നു. ക്ലിയർ ആണോ? ദെൻ ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെ നെഹ്റുവിന്റെ കൃതികൾ ഏതൊക്കെയാ നോക്കാം. ഇന്ത്യയെ കണ്ട ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ദെൻ ഗ്ലിംപിസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ദ യൂണിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ഓട്ടോബയോഗ്രഫി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മകഥ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഐക്യം, വിശ്വചരിത്ര അവലോകനം, ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ഇന്ത്യയെ കണ്ടതിലൊക്കെ എന്താണ്? ജവഹർലാൽ നെഹ്റുവിന്റെ കൃതികളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ടത് എക്സാമിന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ അപ്പുറമൊന്നും നെഹ്റുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവിടെ വരില്ല കേട്ടോ. ദെൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സരോജിനി നായിഡുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഗവർണർ സ്ഥാനം വഹിച്ച രണ്ടാമത്തെ വനിത എന്ന് പറയുന്നു. ശരിയാണോ? തെറ്റല്ലേ? എന്താണ്? ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു. എപ്പോഴാണ് മക്കളെ? ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു. ഇന്ത്യയുടെ തത്ത എന്ന പേരിൽ അറിയപ്പെട്ടു. ക്ലിയർ ആണോ? അത് തെറ്റല്ലേ? എന്താണ്? ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന ആരാണ്?
അമീർ ഖുസ്രു ആണ്. ആരാ മക്കളെ? അമീർ ഖുസ്രു ആണ് എന്ത് ഇന്ത്യയുടെ തത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. INC-യുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നു. അത് ശരിയാണ്. ഏതാണ് ആൻസർ? 3 മാത്രമാണ് ശരി അല്ലെ? 3 മാത്രമാണ് അവിടെ ശരി. ബാക്കി രണ്ടും എന്താണ്? അവിടെ തെറ്റാണ്. ദെൻ സരോജിനി നായിഡുവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം. ഇന്ത്യയുടെ വാനമ്പാടി, ഭാരത കോകിലം എന്നിങ്ങനെ അറിയപ്പെടുന്നു അല്ലെ. ഗവർണർ സ്ഥാനം വഹിച്ച ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഗവർണറായി പ്രവർത്തിച്ച സംസ്ഥാനം ഏതാണ്? യുണൈറ്റഡ് പ്രോവിൻസ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ UP ആണ്. സരോജിനി നായിഡുവിന്റെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? ഗോൾഡൻ ത്രഷോൾഡ് അല്ലെ. ഗോൾഡൻ ത്രഷോൾഡ് എപ്പോഴാണ്? 1905 എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ട്? ഈ ഒരു വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ സരോജിനി നായിഡുവിന്റെ ജന്മഗൃഹത്തിന്റെ പേരും എന്താണ്? ഗോൾഡൻ ത്രഷോൾഡ് തന്നെയാണ്. എന്താണ്? ഗോൾഡൻ ത്രഷോൾഡ് തന്നെയാണ്. ദെൻ സരോജിനി നായിഡു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയായിരുന്നു. ആരാണ്? പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അലി ജിന്നയെയാണ് എന്ത് സരോജിനി നായിഡു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. സരോജിനി നായിഡു വിശേഷിപ്പിച്ചതാണ്. ആരെയാണ്? മുഹമ്മദ് അലി ജിന്നയെ. ദെൻ സരോജിനി നായിഡു ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് ആരെ? ഡോക്ടർ പൽപുവിനെ. ആരെയാണ്? ഡോക്ടർ പൽപുവിനെയാണ് എന്ത് വിശേഷിപ്പിച്ചോ? ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദ വിപ്ലവകാരി. എന്താണ്? നിശബ്ദ വിപ്ലവകാരി. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജി അല്ലെ. ഭാരത കോകിലം എന്നറിയപ്പെടുന്ന ആരാണ്? സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ് മക്കളെ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ദെൻ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരികെ നൽകിയ വ്യക്തിയാണ് ആര്? സരോജിനി നായിഡു. സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം ഏതാണ്? 1925 കാൻപൂർ സമ്മേളനം. ഏതാണ്? കാൻപൂർ സമ്മേളനമാണ്. ദെൻ ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് എന്ത്? സരോജിനി നായിഡു. എപ്പോഴാണ്? ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. സരോജിനി നായിഡു ഗാന്ധിജിയെ സ്നേഹപൂർവ്വം എങ്ങനെ വിളിച്ചു? മിക്കി മൗസ് എന്ന് വിളിച്ചു. എങ്ങനെയാണ്? മിക്കി മൗസ് എന്ന് വിളിച്ചു. പേർഷ്യൻ ഭാഷയിൽ സരോജിനി നായിഡു രചിച്ച നാടകം ഏതാണ്? മഹർ മുനീർ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പേർഷ്യൻ ഭാഷയിൽ സരോജിനി നായിഡു നയിച്ച നാടകം ചോദിച്ചിട്ട് ഓഡ് വൺ ഔട്ട് ആയി ചോദിച്ചിട്ടുണ്ട്. മഹർ മുനീറാണ്. സരോജിനി നായിഡു ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ 3 കവിതകൾ ഏതൊക്കെയാണ്? ദ ഗോൾഡൻ ത്രഷോൾഡ് തന്നെയാണ് വീട്ടിൽ വരും അല്ലേ. ദെൻ ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ്സ് ഒക്കെ ആരുടെയാണ്? സരോജിനി നായിഡുവിന്റെയാണ്. ക്ലിയർ ആണോ? മരണാനന്തരം മകളായ പത്മജ നായിഡു പ്രസിദ്ധീകരിച്ച സരോജിനി നായിഡു കൃതിയുണ്ട്. അതായതാണ് ദ ഫെദർ ഓഫ് ഡാൺ. ദ ഫെദർ ഓഫ് ഡാൺ ആണ് സരോജിനി നായിഡുവിൻ്റെ മകളായ പത്മജ നായിഡു പ്രസിദ്ധീകരിച്ച ഒരു കൃതി ഉണ്ടായിരുന്നു. അതൊന്ന് ഓർത്തു വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ദെൻ അടുത്ത ചോദ്യം നോക്കിയേ മക്കളെ. താഴെ പറയുന്നതിൽ ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതവിടെ എന്താണ്? അവിടെ ശരിയാണ് അല്ലെ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അത് ക്ലിയർ ആണോ? ശരിയാണോ? അല്ല, അതാരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് എന്ത്? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്. ദെൻ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നും വിശേഷിക്കപ്പെട്ട വ്യക്തി ആരാണ്? ബാലഗംഗാധർ തിലകാണ് അല്ലെ. അപ്പൊ ഏതാണ് അവിടെ തെറ്റായ ആൻസർ വരിക? ഓപ്ഷൻ ബി മാത്രമാണ് അവിടെ തെറ്റായ വ്യക്തി അല്ലെ. എന്താണ് തിലകൻ പൂനെയിൽ ആരംഭിച്ച സ്കൂൾ ഏതാണ്? ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ അല്ലെ. തിലകൻ പൂനെയിൽ ആരംഭിച്ച സ്കൂൾ ഏതാണ്? ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ. ദെൻ തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം 1890. തിലകനെ ബർമയിലേക്ക് നാട് കടത്തിയ വർഷം
1908 ബർമയിലെ മണ്ടേല ജയിലിൽ തിലകൻ എഴുതിയ പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ഗീതാരഹസ്യം. ആരുമായി ബന്ധപ്പെട്ടതാണ് ഗീതാരഹസ്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗംഗാധര തിലകനുമായി സ്വയം ഭരണം നേടുന്നതിനായി പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷം 1916 ഈ 1916 ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തി ആരൊക്കെയായിരുന്നു? ബാലഗംഗാധര തിലകനും മുഹമ്മദ് അലി ജിന്നയും കൂടി ആയിരുന്നു. ക്ലിയർ ആണോ? നമുക്കറിയാം ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് അല്ലെ. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് വാലന്റൈൻ ഷിറോൾ. ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകത്തിലാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ചത്. ആരാണ്? വാലന്റൈൻ ഷിറോൾ ആണ്. മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹകരണ സമരം നടത്തിയ നേതാവ് ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ എന്നറിയപ്പെട്ടു. എന്താണ്? ലോകമാന്യ എന്നറിയപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവാണ്. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെട്ട വ്യക്തി. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് അല്ലെ. ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? എല്ലാം തിലകനാണ്. ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചു. ഗണേശ ഉത്സവം ശിവജി ഉത്സവം അല്ലെ സംഘടിപ്പിച്ച വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗണേശ ഉത്സവം ശിവജി ഉത്സവം ആരാണ് സംഘടിപ്പിച്ച് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. PSCയുടെ ഇഷ്ട ചോദ്യമാണ്. ആരാണ്? തിലകനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തെ എന്താണ്? അവധികാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ചു. മണ്ഡൂകങ്ങളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ടൊന്നും നേടാനാകില്ല എന്ന് ആരെ പരിഹസിച്ചു? കോൺഗ്രസിനെ പരിഹസിച്ചു. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഷ്ഠിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ക്ലിയർ ആണോ? ഇത്രയുമാണ് ബാലഗംഗാധര തിലകനെ കുറിച്ചുള്ള നമുക്ക് എക്സാമിന് ചോദിച്ചതും അതുമായി ബന്ധപ്പെട്ട എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ്. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ സമര സേനാംഗങ്ങൾ നിങ്ങൾ ഇത് മാത്രം ഒന്ന് നന്നായി പഠിച്ചാൽ മതി. അപ്പുറം ഒരു ചോദ്യങ്ങളൊന്നും വരില്ല. അത്രയും ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ കംപ്ലീറ്റ് ഫാക്ട്സും കൂടെ ടൈപ്പ് ചെയ്ത് കയറ്റിയത്. പറയുന്നേക്കാളും കുറച്ചും കൂടി നമുക്ക് കാണുമ്പോൾ ഒരു പെട്ടെന്ന് തലയിൽ കയറില്ല. അതിന് വേണ്ടിയാണ് കേട്ടോ. 1916 ലക്നൗ ഉടമ്പടിയുടെ ശില്പി ആരാണ്? എന്താണ് ചോദ്യം? 1916 ഇപ്പൊ പറഞ്ഞ കാര്യമല്ലേ. ലക്നൗ ഉടമ്പടിയുടെ ശില്പി ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? അതുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റേഷൻ ഇല്ലാത്ത കേട്ടോ. ഭഗത് സിംഗിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. ശരിയാണല്ലേ. ഷഹീദി ആസാം എന്നറിയപ്പെടുന്നു. പഞ്ചാബ് നൗജവാൻ ഭാരത് സഭയ്ക്ക് രൂപം നൽകി എന്ന് പറയുന്നു. എല്ലാം ശരിയാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി തന്നെയാണല്ലേ. എന്താണ്? എല്ലാം ശരിയാണ്. ക്ലിയർ ആണോ? രക്തസാക്ഷികളുടെ രാജകുമാരൻ ഷഹീദി ആസാം എന്നറിയപ്പെട്ട വ്യക്തിയാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗ് നൗജവാൻ ഭാരത് സഭ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ച വർഷം എപ്പോഴാണ്? 1926 ലാലാ ലജ്പത് റായിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പോലീസ് അസിസ്റ്റന്റ് സൂപ്രണ്ടായിരുന്ന ജോൺ വി സാൻഡേഴ്സിനെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ജോൺ വി സാൻഡേഴ്സിനെ വധിച്ച വ്യക്തിയാണ് ആര്? ഈ ഭഗത് സിംഗ്. ഭഗത് സിംഗ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ അംഗം തന്നെയായിരുന്നു. ഭഗത് സിംഗ് ലാഹോറിൽ ആരംഭിച്ച മാസിക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കോംറേഡ്സ്. എന്താണ് മക്കളെ? എവിടെയാണ്? ലാഹോറിൽ. സ്ഥലവും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ലാഹോറിൽ ആരംഭിച്ച മാസിക ഏതാണ്? കോംറേഡ്സ്. ഭഗത് സിംഗിന്റെ പ്രശസ്തമായ വാക്കുകൾ, അവർ ചിലപ്പോൾ എന്നെ വധിച്ചേക്കാം, എന്നാൽ ഒരിക്കലും
ഒരിക്കലും എൻ്റെ ആശയങ്ങളെ നശിപ്പിക്കാനാകില്ല. എന്താണ്? അവർ ചിലപ്പോൾ എന്നെ വധിച്ചേക്കാം, എന്നാലും എൻ്റെ ആശയങ്ങളെ ഒരിക്കലും നശിപ്പിക്കാനാകില്ല. ദെൻ ഭഗത് സിംഗ് ഉപയോഗിച്ചിരുന്ന തൂലികാനാമങ്ങൾ എന്താണ്? വിദ്രോഹി, ബൽവന്ത്, രഞ്ജിത്ത് എന്ന പേരിൽ അറിയപ്പെടും. എന്തൊക്കെയാണ്? വിദ്രോഹി, ബൽവന്ത്, രഞ്ജിത്ത്. ഭഗത് സിംഗിന്റെ വളരെ പ്രബന്ധം ഏതാണ്? വൈ ഐ ആം ആൻ അത്തീസ്റ്റ് അല്ലെ? എന്താണ് വൈ ഐ ആം ആൻ അത്തീസ്റ്റ്? ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബ് എറിഞ്ഞത് എപ്പോഴാണ്? 1929 അല്ലെ? 1929 ഏപ്രിൽ 8 വർഷം അവിടെ ഉണ്ട് അല്ലെ? എപ്പോഴാണ്? 1929 ഏപ്രിൽ 8 ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഏത് കേസിലാണ്? ഏതാണ്? ലാഹോർ ഗൂഢാലോചന കേസിൽ. ഏതിലാണ് മക്കളെ? ലാഹോർ ഗൂഢാലോചന കേസ്. ഇൻഖുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി ആരാണ്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേക്കിയ വർഷം എപ്പോഴാണ്? 1931 മാർച്ച് മാസം 23 എപ്പോഴാണ്? 1931 മാർച്ച് മാസം 23 എവിടെയാണ് തൂക്കിലേറ്റിയത്? എവിടെ? ലാഹോർ ജയിലിൽ വെച്ചിട്ടാണ് തൂക്കിലേറ്റിയത്. ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? ലാഹോറിൽ തന്നെയാണ്. ദെൻ അൽ ഹിലാൽ, അൽ ബലാഗ് എന്ന പത്രങ്ങൾ ആരംഭിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരാണ്? അൽ ഹിലാൽ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അൽ ബലാഗ് എന്ന പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ട്സും കൂടെ നമുക്ക് നോക്കാം. അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി, പേർഷ്യൻ എന്നീ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? മൗലാന അബുൽ കലാം ആസാദ്. കോൺഗ്രസിന്റെ ഷോബോയ് എന്ന് മൗലാന അബുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് ജിന്ന കുറേ കാര്യങ്ങൾ അല്ലെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദെൻ അബുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. എന്താണ് മക്കളെ? ഇന്ത്യ വിൻസ് ഫ്രീഡം. ആരെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ബ്രോക്കൺ വിങ്സ് ആരെയാണ്? സരോജിനി നായിഡു ആണ് അല്ലെ? ദെൻ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പ്രശസ്തമായ രചനകൾ നോക്കാം. ഏതൊക്കെയാണ്? തർജുമാൻ, അൽ ഖുറാൻ, ഗുബർ ഇ ഖാദിർ. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മൗലാന ആസാദ് ആരംഭിച്ച ഉറുദു വാരിക ലിസാൻ ചോദിച്ചിട്ടുണ്ട്. ലിസാൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ അൽ ഹിലാല്, അൽ ബലാഗ് ഒക്കെ ഏതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ്. ആസാദ് ആരംഭിച്ച വേറൊരു വാരിക ഏതാണ്? പൈഖാം. ആരുടെയാണ്? എത്രയോ പ്രാവശ്യം PSCയുടെ ചോദ്യം തന്നെയാണ്. പൈഖാം ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. 1930 ദർശന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രസിദ്ധ സംഘാടകൻ ഏതായിരുന്നു? ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന സംഘാടകനാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അല്ലെ കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 1923 ഡൽഹി പ്രത്യേക സമ്മേളനത്തിലൊക്കെ ആരായിരുന്നു? കലാം ആസാദാണ് അല്ലെ. ദെൻ 1940 മുതൽ 1946 വരെ INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി അല്ലെ മൗലാന അബ്ദുൽ കലാം ആസാദ്. ബഹുമാനാർത്ഥം എപ്പോഴാണ് ഭാരതരത്ന ലഭിച്ച വർഷം 1992 മരണാനന്തരമാണ്. മൗലാന അബ്ദുൽ കലാമിന്റെ ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. എപ്പോഴാണ്? നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ബർദോളി സമരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത്
ഏത്? ഭൂനികുതി വർധനവിനെതിരെ അല്ലെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം എന്ന് പറയുന്നു. അത് ശരിയാണോ? അത് ശരിയാണോ അല്ലെ? ദെൻ ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928 എന്ന് പറയുന്നു. തെറ്റല്ലേ? 1928 ആണ്. 27 എന്നാണ് പറയുന്നത്. 28 ആണ് അവിടെ ആൻസർ. ബർദോളി സമര നായകൻ എന്നറിയപ്പെടുന്നു. ദെൻ ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി ഗാന്ധിജി നൽകി എന്ന് പറയുന്നു. അതും അവിടെ ശരിയാണ്. ഏതാണ്? ഓപ്ഷൻ ബി മാത്രമാണ് അവിടെ എന്ത് ശരി അല്ലാത്ത. തെറ്റായ പ്രസ്താവന അവിടെ എന്താണ്? 28 ആണ്. അതിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? 27 എന്നാണ്. ഓക്കെ. 1918 പട്ടേൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത സമരം ഏതാണ്? അതാണ് എന്ത്? ഗേദ കർഷക സമരം. ഏതാണ്? ഗേദ കർഷക സമരം. ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു വല്ലഭായ് പട്ടേൽ. 1928 ബർദോളി സമര നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ഗാന്ധിജിയാണ് നമ്മൾ പറഞ്ഞു. 1946 നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ പട്ടേൽ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതൊക്കെയായിരുന്നു? ആഭ്യന്തരം, ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഏതൊക്കെയാണ്? ഇതൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് ഇയർ എക്സാമിന് ചോദിക്കും. ഏതൊക്കെയാണ് വകുപ്പ്? ആഭ്യന്തരം, തന്നെ എന്താണ്? ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പട്ടേൽ അധ്യക്ഷ പദവി വഹിച്ച കമ്മിറ്റി ഏതാണ്? മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷം. ഏതൊക്കെയാണ്? മൗലികാവകാശ കമ്മിറ്റിയും ന്യൂനപക്ഷവും. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ സർദാർ പട്ടേൽ ശക്തമായിട്ട് പിന്തുണച്ചു. സർദാർ പട്ടേൽ അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം അല്ലെ ഏതാണ്? 1931 കറാച്ചി സമ്മേളനം. ഏതാണ്? 1931 കറാച്ചി സമ്മേളനം. മൗലികാവകാശങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കും വേണ്ടി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഈ 1931 സർദാർ പട്ടേൽ അധ്യക്ഷനായിരുന്ന കറാച്ചി സമ്മേളനമാണ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ആര്? പട്ടേൽ. ഈ പട്ടേലിന് സഹായിച്ച ഒരു മലയാളി കൂടി ഉണ്ടായിരുന്നു, VP മേനോൻ. ആരാണ്? VP മേനോൻ. സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടി ഏതാണ്? ഓപ്പറേഷൻ പോളോ. എപ്പോഴാണ്? 1948 പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നു. എപ്പോഴാണ്? പട്ടേൽ എപ്പോഴാണ്? ഒക്ടോബർ 31. എപ്പോഴാണ് മക്കളെ? ഒക്ടോബർ 31 എന്ത്? രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത്. മൗലാന ആസാദിന്റെ എപ്പോഴായിരുന്നു? നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ പട്ടേൽ തന്നെയാണ്. ഇതെല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ചതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഗുജറാത്ത് നർമ്മദ നദി കുറുകെ സർദോർ സരോവർ ഡാമിൽ സ്ഥാപിച്ചത് കേട്ടോ. പട്ടേലിന്റെ ആണ്. എത്രയായിരുന്നു? 182 മീറ്റർ ആയിരുന്നു. 597 അടി. ഏകതാ പ്രതിമയുടെ ശില്പി റാം വി സുധറാണ്. ഏകതാ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ദ്വീപ് ഏതാണ്? സാധു ബെഡ് ദ്വീപാണ്. എപ്പോഴായിരുന്നു ഉദ്ഘാടനം ചെയ്ത്? 2018 ഒക്ടോബർ 31 പട്ടേലിനെ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച വർഷം 1991. എനിക്ക് ഒരു കൾച്ചറേ അറിയുള്ളൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ്. പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദ് ആണെങ്കിൽ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? അഹമ്മദാബാദ്. സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം എവിടെയാണ്? കൊല്ലത്താണ്. കേരളത്തിലെ കൊല്ലത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അത്രയും ഫാക്ട്സ്. ഇപ്പോൾ പട്ടേലാണെങ്കിൽ പട്ടേലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫാക്ട്സ് അവിടെ പറയാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്കൊന്നും നോക്കണ്ട എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ.
അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനിയാര്? നമുക്കെല്ലാം അറിയാലോ. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഗോപാലകൃഷ്ണ ഗോഖലെയാണോ റാനഡെയാണോ? അല്ലെ, ഏതാണ്? ബാലഗംഗാധര തിലകനാണോ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്? എന്താണ് ആൻസർ? ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നോക്കാം ഗോഖലെയെ കുറിച്ച് കുറച്ച് ഫാക്ട്സ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയാണ് അല്ലെ ഗോഖലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം എപ്പോഴാണ്? 1889. ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് 1905 അല്ലെ ബനാറസ് സമ്മേളനത്തിലായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെയിൽ ആസ്ഥാനമായി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1905. ഏതൊക്കെയാണ്? ദ നേഷൻ, ജ്ഞാനപ്രകാശ് എന്ന് ആരംഭിച്ച പത്രങ്ങളാണ്. ഇതൊക്കെ എന്തൊക്കെയാണ്? ദ നേഷൻ, ജ്ഞാനപ്രകാശ്. ഗോഖലെ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ഏതാണ്? ഹിതവാദിയാണ് കേട്ടോ. ഏതാണ്? ഹിതവാദിയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുവാണ് ആര്? MG റാനഡെ. ആരാണ് മക്കളെ? MG റാനഡെയാണ്. റാനഡെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക്സ് എന്ന സ്ഥാപനം ഗോഖലെ ആരംഭിച്ച വർഷം 1908. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് അപ്പോഴേ ബാലഗംഗാധര തിലകനാണ്. ഈ മണ്ഡൂകത്തെ പോലെ ഒളിഞ്ഞിരുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ വ്യക്തിയാണ് ആര്? ബാലഗംഗാധര തിലകനാണ് എന്ത്? ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത്. മുസ്ലിം ഗോഖലെ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ട വ്യക്തി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദികളുടെ നേതാവായിരുന്ന വ്യക്തി, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു അല്ലെ മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി, വേഷപ്രച്ഛന്നായ രാജ്യദ്രോഹി എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരാണ്. ഗോഖലെയുടെ പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചത് ഗാന്ധിജിയായിരുന്നു. ഗോഖലെയെ പുണ്യനദിയായ എന്തിനോടാണ്? ഗംഗാ നദിയോട് ഉപമിച്ചത് ഗാന്ധിജി ആണെങ്കിൽ അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് കേഴ്സൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് കേഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ഗോഖലെയാണ്. അപ്പൊ ഗോഖലെയെ അസാധാരണമായ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചപ്പോ തിരിച്ചെന്ത് ചെയ്ത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് കേഴ്സൺ പ്രഭുവിനെ തിരിച്ചങ്ങനെ എന്ത്? ഗോഖലെ വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ വജ്രം, മഹാരാഷ്ട്ര രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെ ഗോഖലെയെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? വിശേഷണങ്ങളൊക്കെ തരുന്നുണ്ട് അല്ലെ. ദെൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായ സ്വതന്ത്ര സമര സേനാനിയാര്? പട്ടേലാണോ ദാദാഭായ് നവറോജി ആണോ ഗോഖലെയാണോ രവീന്ദ്രനാഥ് ടാഗോർ ആണ്? ഏതാണ് മക്കളെ ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന് വിശേഷണം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് രാഷ്ട്രപിതാവ് എന്ന് വിശേഷണം നൽകിയത്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ട്സ് അല്ലേ. ആദ്യമായി സുഭാഷ് ചന്ദ്രബോസ് INCയിൽ അധ്യക്ഷനായ വർഷം എപ്പോഴാണ്? 1938 എന്താണ്? ഹരിപുര കോൺഗ്രസ് സമ്മേളനമായിരുന്നു അല്ലെ. ദെൻ 1939 കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസ് ആരെയാണ് തോൽപ്പിച്ചത്? പട്ടാഭി സീതാരാമയ്യ. ഈ പട്ടാഭി സീതാരാമയ്യ ആരാ നിർത്തിയത്? ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിന് ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തിയത്. ഏത് സമ്മേളനമാണ്? ത്രിപുരി സമ്മേളനമായിരുന്നു കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം 1939 സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എന്ത്? ഫോർവേഡ് ബ്ലോക്ക്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചാണല്ലേ. 1939 ബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് രൂപം നൽകിയത് എവിടെ വെച്ചായിരുന്നു? സിംഗപ്പൂരിൽ വെച്ചാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന റാഷ് ബിഹാരി ബോസ് ആണ് കേട്ടോ. ദെൻ 1943 ആരിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത്? റാഷ് ബിഹാരി ബോസ് ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ എന്ന് പറയുന്ന റാഷ് ബിഹാരി ബോസ് ആണെങ്കിലും
1943 എന്ത് സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു? അത് രാജ് ബിഹാരി ബോസിൽ നിന്നും ഏറ്റെടുക്കുകയുണ്ടായി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് എന്ത് ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. മൗലവി സിയാബുദ്ദീൻ എന്ന പേരിൽ വീട്ടുതടങ്കിൽ നിന്നും പെഷവാറിലേക്ക് രക്ഷപ്പെട്ട നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെത്തിയ വർഷം 1941 എപ്പോഴാണ്? 1941 സുഭാഷ് ചന്ദ്രബോസ് അല്ലെ ജർമ്മനിയിലെ ബർലിൻ ഫ്രീ ഇന്ത്യ സെന്റർ സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. അതൊന്നും ആവശ്യമില്ല, എന്നാലൊന്ന് അറിഞ്ഞിരിക്കുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് ജർമ്മൻ സഹായത്തോടെ രൂപീകരിച്ച സൈനിക വിഭാഗം എന്താണ്? ദ ഫ്രീ ഇന്ത്യൻ ലീജിയൻ. എന്താണ്? ഫ്രീ ഇന്ത്യൻ ലീജിയൻ എന്നാണ്. ദ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജിയാണ്. ആരെ? സുഭാഷ് ചന്ദ്രബോസിനെ. ദേശ് നായകൻ എന്ന് വിശേഷിപ്പിച്ചത് ടാക്കൂറാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വതന്ത്രം തരാമെന്ന് അഭിപ്രായപ്പെട്ടു അല്ലെ. ദെൻ അന്യരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്രമല്ല എന്നും കൂടെ അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അവിടെ ഡാ ഉണ്ട് കേട്ടോ. ദെൻ ദില്ലി ചലോ അല്ലെ ജയ് ഹിന്ദ് എന്ന പ്രശസ്ത മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ക്ലിയർ ആണോ? ദെൻ INA-യിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗം ഏതാണ്? ഝാൻസി റാണി റെജിമെന്റ് അല്ലെ. ആരാണ് നേതൃത്വം നൽകിയത്? ക്യാപ്റ്റൻ ലക്ഷ്മി മലയാളിയായ വനിതയായിരുന്നു. 1943 ഒക്ടോബർ 21 സിംഗപ്പൂർ ആസ്ഥാനമായി ബോസ് രൂപീകരിച്ച ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് ആണ് എന്ത്? ആസാദ് ഹിന്ദ് ഗവൺമെന്റ്. 45 ഓഗസ്റ്റ് 18 തായ്വാനിലെ തായ്ഹോക്ക് എയർപോർട്ടിൽ വെച്ച് നടന്ന വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ മരിച്ചു, അങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് വ്യക്തിയെ തിരിച്ചറിയുക. ദണ്ഡി യാത്രയെ നെപ്പോളിയന്റെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള യാത്ര എന്ന് താരതമ്യം ചെയ്ത വ്യക്തി. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച് ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിച്ചു. ജയ് ഹിന്ദ്, ദില്ലി ചലോ എന്ന് മുദ്രാവാക്യങ്ങളുടെ കർത്താവ് നമുക്കറിയാം. ഇപ്പൊ ഡിസ്കസ് ചെയ്തോളൂ അല്ലെ. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. then അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും BR അംബേദ്കറുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം നേതാജി എന്ന പേരിൽ ആരാ അറിയപ്പെടുക? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആധുനിക മനു എന്നറിയപ്പെടുന്നു. then ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ആണോ? പട്ടേൽ അല്ലേ? അതാരാണ്? പട്ടേലാണ് അല്ലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ് ആര്? അംബേദ്കർ. ഏതാണ്? 2ഉം 4ഉം മാത്രമാണ് അവിടെ തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. അപ്പൊ ഏതാണ്? 1ഉം 3ഉം മാത്രമാണ് എന്ത് അവിടെ തെറ്റായ പ്രസ്താവന. ഇനി അംബേദ്കറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. ആധുനിക മനു എന്നറിയപ്പെടുന്നു അല്ലെ. മുഖ്നായക് എന്ന പത്രം ആരംഭിച്ചു. ഓക്കെ. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ അല്ലെ എർബാദ ജയിലിൽ വെച്ച് പൂനാ കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ്? 1932 സെപ്റ്റംബർ 24 അല്ലെ. എന്താണ്? പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അംബേദ്കറുമായി. അംബേദ്കർ ഭാരതീയ ബുദ്ധ മഹാസഭ സ്ഥാപിച്ച വർഷം 1955 പത്രം ഏതായിരുന്നു? മൂക് നായക് അല്ലെ. അംബേദ്കറുടെ പ്രവർത്തനങ്ങളുടെ ശ്രദ്ധിക്കപ്പെട്ട അയിത്തജാതി ഏത് പേരാണ്? മഹർ എന്ന അയിത്തജാതി അംബേദ്കറുമായി ബന്ധപ്പെട്ടു. ബഹിഷ്കൃത ഹിതകാരിണി സഭ, ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി എന്നിവ സ്ഥാപിച്ച വ്യക്തിയാണ് അംബേദ്കർ. ബുദ്ധമതം സ്വീകരിച്ച സ്ഥലം എവിടെയാണ്? നാഗ്പൂർ ആണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെ ബാബാ സാഹിബ് അംബേദ്കർ എന്നാണ് മുഴുവനായിട്ട് അറിയപ്പെടുന്നത്. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ആർട്ടിക്കിൾ 32 അനുച്ഛേദം അല്ലെ. 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ദേശീയ നേതാവാണ്. അംബേദ്കറുടെ മരണശേഷം പ്രസിദ്ധീകരിച്ച പുസ്തകം എന്താണ്? ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ. എപ്പോഴാണ് മരണശേഷം പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ. അംബേദ്കർ ജയന്തി എപ്പോഴാണ്? ഏപ്രിൽ 14 മഹാപരിനിർവാൺ ദിവസമായി ആചരിക്കുന്നത് ഡിസംബർ
6-ാം തീയതിയാണ്. ഭരണാനന്തര ബഹുമതിയായ അംബേദ്കറിന് ഭാരതരത്നം ലഭിച്ച വർഷം 1990-ലാണെങ്കിൽ അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ചൈത്രഭൂമി. എവിടെയാണ് മക്കളെ? ചൈത്രഭൂമിയാണ്. അംബേദ്കറുടെ പ്രധാനപ്പെട്ട കൃതി ഏതൊക്കെയാണ്? പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, കാസ്റ്റ് ഇൻ ഇന്ത്യ, അൻഹിലേഷൻ ഓഫ് കാസ്റ്റ്, വെയിറ്റിംഗ് ഫോർ എ വിസ, ബുദ്ധ ഓർ കാറൽ മാർക്സ്. ഇതൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അംബേദ്കറുടെ പ്രധാന കൃതികളാണ്. എക്സാമിന് ചോദിച്ചതുമാണ്. ദെൻ ഇന്ത്യൻ ഭരണഘടനയെ ശില്പി എന്നറിയപ്പെടുന്ന അല്ലെ ബാബാ സാഹിബ് അംബേദ്കർ എന്നറിയപ്പെട്ട വ്യക്തി, ആധുനിക മനു, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ, കാളയെ പോലെ അധ്വാനിക്കൂ മുനിയെ പോലെ ജീവിക്കൂ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? അംബേദ്കർ ആണ്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചു തന്നെയാണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, അത് കാളയെ പോലെ അധ്വാനിക്കൂ മുനിയെ പോലെ ജീവിക്കൂ എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, ഡോക്ടർ BR അംബേദ്കർ ആണ്. LGSന്റെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞാണല്ലോ. എയിം സ്റ്റഡി സെൻറ്ററിൽ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും PDF-ഉം ഡെയിലി എക്സാമും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷയും സിലബസ് അടിസ്ഥാനത്തിൽ ഡെയിലി പഠിക്കാനുള്ള മേഖലയുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആഴ്ചകളിലും പരീക്ഷയുണ്ട്. ദെൻ 25 മോഡൽ പരീക്ഷ, 25 PYQ, 25 ലൈവ് ക്ലാസ്സുകൾ എന്ത് തികച്ചും സൗജന്യമാണ്. ഇനി 999 കോഴ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ 249 കോഴ്സും കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി VD സവർക്കർ ആണ് അല്ലെ. സ്വാതന്ത്ര്യ സമര സേനാനികൾ പറഞ്ഞപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്താണ്. ആരാണ് മക്കളെ? VD സവർക്കർ ആണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു അല്ലെ. VD സവർക്കർ അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് 1904 ദെൻ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഏത് വർഷമായിരുന്നു? 1937. ആൻഡമാൻ ജയിൽ ജീവിതത്തെ ആസ്പദമാക്കി VD സവർക്കർ രചിച്ച കൃതി ഏതാണ്? കാലാപാനിയാണ് അല്ലെ. VD സവർക്കർ കഥാപാത്രമായി വരുന്ന മലയാള സിനിമയായിരുന്നു ഏത്? കാലാപാനി. വളരെ ഹിറ്റായതല്ലേ ഒരു സിനിമയായിരുന്നു. സംവിധായകൻ പ്രിയദർശനാണ്. സവർക്കറായി വേഷമിട്ടത് ആരാണ്? അന്നു കപൂറാണ്. ആരാ മക്കളെ? അന്നു കപൂറാണ്. കാലാപാനി സിനിമ പുറത്തിറങ്ങിയ വർഷം 1996 മിത്രമേള എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി കൂടിയാണ്. ഗാന്ധി വധത്തെ തുടർന്ന് വിചാരണയിൽ വെറുതെ വിട്ട നേതാവ്, ഫ്രീ ഇന്ത്യ സൊസൈറ്റി അല്ലെ സ്ഥാപിച്ച വ്യക്തി കൂടിയാണ് ആര്? VD സവർക്കർ. ദെൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അരവിന്ദാഘോഷുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. സഹന സമര സിദ്ധാന്തം ആവിഷ്കരിച്ചു എന്ന് പറയുന്നു. അത് അവിടെ എന്താണ്? അത് ശരിയാണ്. ദെൻ ഡിവൈൻ ലൈഫ് രചിച്ച വ്യക്തി എന്ന് പറയുന്നു. ശരിയാണോ? തെറ്റല്ലേ? അതാരായിരുന്നു? സ്വാമി ശിവാനന്ദയാണ്. ആരാ മക്കളെ? സ്വാമി ശിവാനന്ദയാണ്. ദെൻ ലോർഡ്സ് ആൻഡ് ഡാക്കർ എന്ന രഹസ്യ സംഘടന രൂപീകരിച്ചു. യുഗാന്തർ എന്ന പത്രം ആരംഭിച്ചു അല്ലെ. ദ ലൈഫ് ഡിവൈൻ ആണ് ആരുടെ? അരവിന്ദ ഘോഷിന്റെ കേട്ടോ. അത് രണ്ടും ശരിയാണ്. ഏതാണ്? 1, 3, 4 ശരി അല്ലെ. 1, 3, 4 ശരി. ഓപ്ഷൻ സി ആണ്. ഇതൊക്കെ നമ്മൾ PYQ തന്നെയാണ് കേട്ടോ. സ്വാതന്ത്ര്യ സമര സേനാനിയും തത്വചിന്തകനുമായ വ്യക്തിയാണ് ആര്? അരവിന്ദ ഘോഷ് അല്ലെ. എന്താണ് സംഘടന? ഏത് രഹസ്യ സംഘടന ഏതാണ്? ലോർഡ്സ് ആൻഡ് ഡാക്കർ, രാമറിയും കഠോരയും. ദെൻ അരവിന്ദ ഘോഷ് ആരംഭിച്ച് അരവിന്ദോ ആശ്രമം സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? പുതുച്ചേരിയാണ്. ദ ലൈഫ് ഡിവൈൻ രചിച്ചത് ദ ഡിവൈൻ ലൈഫ് രചിച്ചത് ആരാണ്? സ്വാമി ശിവാനന്ദയാണെങ്കിൽ ദ ലൈഫ് ഡിവൈൻ രചിച്ചത് അരവിന്ദ ഘോഷാണ്. കുറ്റം ചുമത്തിയ അരവിന്ദ ഘോഷിനെ അറസ്റ്റ് ചെയ്ത വർഷം 1908 അഗ്ലിപൂർ കേസിൽ അരവിന്ദ ഘോഷിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ CR ദാസാണ്. അതിനാണ് കുറ്റം ചുമത്തിയത്. മിതവാദ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന അരവിന്ദ ഘോഷിന്റെ ലേഖനം ന്യൂ ലാംസ് ഫോർ ഓൾഡ് കേട്ടോ. ന്യൂ ലാംസ് ഫോർ ഓൾഡ്. 1906 അരവിന്ദ ഘോഷ് പ്രസിദ്ധീകരിച്ച പത്രം വന്ദേ മാതരം. അരവിന്ദ ഘോഷ് ആരംഭിച്ച പത്രം യുഗാന്തർ. അരവിന്ദ ഘോഷ് ആരംഭിച്ച വാരികയാണ് കർമ്മയോഗിയും ധർമ്മയും. അരവിന്ദ ഘോഷിന്റെ പ്രധാന ശിഷ്യന്മാര് KM മുൻഷി, മീര റിച്ചാർഡ്, പോൾ റിച്ചാർഡ് അല്ലെ. അരവിന്ദ ആശ്രമത്തിലെ അമ്മ എന്നറിയപ്പെടുന്നതാണ് എന്ത്? ഈ മീര റിച്ചാർഡ്. സഹന സമര സിദ്ധാന്തം ആവിഷ്കരിച്ചു.
രാഷ്ട്രീയ സ്വതന്ത്രമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചു. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യാചകരുടെ സ്ഥാപനം എന്ന് കളിയാക്കിയ വ്യക്തി. ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ മജ്ലിസ് എന്ന സംഘടനയിൽ പ്രവർത്തിച്ച വ്യക്തി. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ നാഷണൽ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പൽ ആരായിരുന്നു? അരവിന്ദ ഘോഷ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, സർദാർ ആദർശ് ഗ്രാം യോജന ആരുടെ ജന്മവാർഷികമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ്? ആരാണ് മക്കളെ? ഡോക്ടർ അംബേദ്കർ ആണോ? അല്ല. ഏതാണ്? ഓപ്ഷൻ ബി, ജയപ്രകാശ് നാരായണൻ. ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണൻ അല്ലെ. ജയപ്രകാശ് നാരായണൻ മാഗ്സസെ അവാർഡ് ലഭിച്ച വർഷം 1965 1974 ജയപ്രകാശ് നാരായണൻ സ്ഥാപിച്ച സംഘടന സിറ്റിസൺ ഫോർ ഡെമോക്രസി. അപ്പൊ സിറ്റിസൺ ഫോർ ഡെമോക്രസി ആരുടെയാണ്? ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായൺ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബറേറ്റി സ്ഥാപിച്ചത് 1976 ദെൻ 1977 തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ കക്ഷികളുടെ ഏകോപിച്ച് ജയപ്രകാശ് നാരായണൻ നേതൃത്വം നൽകിയ പാർട്ടി ജനതാ പാർട്ടി. അപ്പൊ ഏതാണ് ജനതാ പാർട്ടി? ആര്? ജയപ്രകാശ് നാരായണനാണ്. ആചാര്യ നരേന്ദ്ര ദേവനോടൊപ്പം ജയപ്രകാശ് നാരായണൻ സ്ഥാപിച്ച പാർട്ടി ഏതാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഏത് വർഷമാണ്? 1934. ജയപ്രകാശ് നാരായണന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത് 1997. ജയപ്രകാശിന്റെ പ്രസിദ്ധമായ ജീവചരിത്രമായ ജയപ്രകാശ എഴുതിയ ഹിന്ദി സാഹിത്യകാരനാണ് രാമവൃക്ഷ ബ്രഹ്മപുരി. ബീഹാർ മൂവ്മെന്റിന്റെ മുഖ്യ സൂത്രധാരൻ ആരായിരുന്നു? ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണൻ വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാട്നയിലാണ്. എവിടെയാണ് മക്കളെ? പാട്നയിലാണ്. ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷികമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാം യോജന. ക്ലിയർ ആണോ? അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രധാന കൃതി ഏതൊക്കെയാണോ? പ്രിസൺ ഡയറി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോഷ്യലിസം, സർവോദയ ആൻഡ് ഡെമോക്രസിയാണ്. ലോക്നായക് എന്ന സിനിമ സംവിധാനം ചെയ്ത് പ്രകാശ് ജോവാണ്. പ്രശസ്ത സിനിമയിൽ ജയപ്രകാശ് നാരായണനായിട്ട് വേഷമിട്ടത് ചേതൻ പണ്ഡിറ്റ്. ആരാ മക്കളെ? ചേതൻ പണ്ഡിറ്റാണ്. ലോക്നായക് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാണ്? അതൊന്ന് ഡൗട്ടാണ്, അത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ലോക്നായക് എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി, സമ്പൂർണ്ണ വിപ്ലവം എന്ന മുദ്രാവാക്യം ഉയർത്ത വ്യക്തി, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെട്ടത് സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. അപ്പൊ ഈ ഒരു എക്സ്പ്രസ് ഡൽഹിയും കൽക്കട്ടയാണോ നോക്കിയിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര സമര സേനാനിയെ തിരഞ്ഞെടുക്കുക. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ അല്ലെ. സമ്പൂർണ്ണ വിപ്ലവം, സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? നമുക്കറിയാം, ജയപ്രകാശ് നാരായൺ തന്നെയാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ദാദാഭായ് നവറോജിയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ശരിയാണോ? അത് ശരിയാണല്ലേ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതവിടെ എന്താണ്? തെറ്റാണ്. ആരാണ് മക്കളെ? PC മഹ്ലാനോബിസ് ആണ്. ആരാണ്? പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരൻ എന്ന് പറയുന്നു. അതും ശരിയാണ്. ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റ് അല്ലെ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. ഏത് വർഷമാണ്? 1866 അല്ലെ. ഏത് വർഷമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം? 1866. ദാദാഭായ് നവറോജി INC പ്രസിഡന്റായ സമ്മേളനങ്ങൾ കൊൽക്കത്ത, ലാഹോർ, പിന്നെ വീണ്ടും എപ്പോഴാണ്? 1886 കൊൽക്കത്ത സമ്മേളനം, 1893 ലാഹോർ സമ്മേളനം, 1906 വീണ്ടും കൊൽക്കത്ത സമ്മേളനം. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദാദാഭായ് നവറോജി ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്ത്? ഗ്യാൻ പ്രസാരക് മണ്ഡലി. മുംബൈയിൽ എൻഫിൽസ്റ്റൺ കോളേജിൽ പ്രൊഫസറായ ആദ്യ ഇന്ത്യനായിരുന്നു ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയിൽ
1885 ഡിസംബർ 28-നാണ് എന്ത് INC സ്ഥാപിച്ചത് AOHUമായി ബന്ധപ്പെട്ടത്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന പുസ്തകം. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരൻ, ബ്രിട്ടനിൽ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധി, ആദ്യ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി, ഇന്ത്യൻ ഇക്കണോമിക്സിന്റെ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നൽകിയ വ്യക്തി, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, 1906 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ആദ്യമായി എന്താണ് സ്വരാജ് എന്ന ആവശ്യം ഉന്നയിച്ച വ്യക്തി, നവറോജി ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? വോയിസ് ഓഫ് ഇന്ത്യ, റാസ്ത്, ഗോഫ്ത, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോംബെ സിംഹം എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? ബോംബെ സിംഹം എന്നറിയപ്പെട്ട വ്യക്തി ഫിറോസ് ഷാ മേത്താവാണ്. ഏതാണ് മക്കളെ? ഓപ്ഷൻ ബി, ഫിറോസ് ഷാ മേത്താവാണ് അല്ലെ. ബോംബെ സിംഹം എന്നറിയപ്പെട്ടു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1885 അല്ലെ KT തെലാങ്ങുമൊത്ത് ഫിറോസ് ഷാ മേത്ത സ്ഥാപിച്ച സംഘടനയാണ് എന്ത്? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. 1890 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? ഫിറോസ് ഷാ മേത്ത. ഇംഗ്ലീഷ് പത്രം ബോംബെ ക്രോണിക്കൽ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഫിറോസ് ഷാ മേത്തയാണ്. ഏത് വർഷമാണ്? 1910. ഫിറോസ് ഷാ മേത്ത മുൻകൈയെടുത്ത് സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഏതാണ് മക്കളെ? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഫിറോസ് ഷാ മേത്ത പ്രതിഭ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം മുംബൈയിലാണ്. 1879 സുരേന്ദ്രനാഥ് ബാനർജി ആരംഭിച്ച പത്രം ഏതാണ്? ഏത് പത്രമാണ്? ഓപ്ഷൻ എ, ബംഗാളി. ഏതാണ്? ബംഗാളി. രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സുരേന്ദ്രനാഥ് ബാനർജി അല്ലെ. സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ച വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? 1876. 1879 സുരേന്ദ്രനാഥ് ബാനർജി ആരംഭിച്ച പത്രം ഏതാണ്? ബംഗാളിയാണ്. അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം 1895 അല്ലെ പൂനെ സമ്മേളനം, 1902 അഹമ്മദാബാദ് സമ്മേളനം. സുരേന്ദ്രനാഥ് ബാനർജി നേതൃത്വം നൽകിയ കോൺഗ്രസിന് മുമ്പുണ്ടായിരുന്ന സംഘടന എന്താണ്? ഇന്ത്യൻ അസോസിയേഷൻ. സുരേന്ദ്രനാഥ് ബാനർജിയുടെ ആത്മകഥ എ നാഷൻ ഇൻ മേക്കിംഗ്. ആരാണ്? എ നാഷൻ ഇൻ മേക്കിംഗ് ആരുമായി ബന്ധപ്പെട്ടതാണ്? സുരേന്ദ്രനാഥ് ബാനർജിയുമാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ രവീന്ദ്രനാഥ് ടാഗോറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? നൊബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ? അല്ലെ, ശരിയാണ്. ജനഗണമനയ്ക്ക് എന്താണ് സംഗീതം നൽകിയ വ്യക്തി എന്ന് പറയുന്നു. ആണോ? അല്ല. എന്താണ് സംഗീതം ആരാ നൽകി? റാം സിംഗ് താക്കൂർ. ആരാണ്? റാം സിംഗ് താക്കൂർ ആണ് ജനഗണമനയ്ക്ക് എഴുതിയ വ്യക്തിയാണ് ആര്? ടാഗോർ. ഗീതാഞ്ജലി എന്ന കൃതിക്ക് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടി അല്ലെ. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചു എന്ന് പറയുന്നു. അതും ശരിയാണ്. 1, 2, 1, 3, 4 മാത്രമാണ് ശരി അല്ലെ. ടാഗോർ നൊബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചു. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. ഇന്ത്യൻ ദേശീയ ഗാനമായ അല്ലെ ജനഗണമന എഴുതിയ കർത്താവ്. ജനഗണമന ബംഗാളി ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചത് അല്ലെ ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവിയാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഗുരുദേവ് എന്ന് ആരാ വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയാണ്. എൻ്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം അല്ലെ ആലപിച്ച ഏത് സമ്മേളനമായിരുന്നു? 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനമായിരുന്നു. ദേശഭക്തി ഗാനം രചിച്ചത് ആരായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ടാഗോർ ശാന്തിനികേതൻ വിദ്യാലയം ആരംഭിച്ചത് 1901
1971 അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നമുക്കറിയാം 1911 കൊൽക്കത്ത സമ്മേളനമാണ്. അറിയപ്പെട്ടത് ദേശീയഗാനം ആദ്യമായി അറിയപ്പെട്ടത് ഭാരത് വിധാതാവാണ്. സംഗീതം നൽകി നമ്മൾ പറഞ്ഞു രാം സിംഗ് താക്കൂർ ആണ്. ടാഗോറിന് സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം നേടിയ കൃതിയാണ് എന്ത്? ഗീതാഞ്ജലി. ഏത് വർഷമായിരുന്നു? 1913 ടാഗോറിന്റെ ആദ്യ കവിതാ സമാഹാരം കബി കാഹിനിയാണ്. ആദ്യ ചെറുകഥയാണെങ്കിൽ എന്ത്? ഭിഖാരിണിയാണ്. ഗീതാഞ്ജലിയെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. ഗീതാഞ്ജലിക്ക് ആമുഖം നൽകിയത് W.B. ഈസ്റ്റ് ആണ്. ഗീതാഞ്ജലി ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയത് ടാഗോറാണ്. കാരണം ഗീതാഞ്ജലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 1915 ടാഗോറിന് സർ പദവി നൽകിയ ബ്രിട്ടീഷ് രാജാവാണ് ആര്? ജോർജ് അഞ്ചാമൻ. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗോർ തന്റെ സർ പദവി ഉപേക്ഷിച്ചു. ഏത് വർഷമാണ്? 1919. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയത് 1901 നമ്മൾ അവിടെ പറഞ്ഞില്ലേ, മാറിയത് 1921 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാഗോർ ശാന്തിനികേതൻ പദ്ധതി ആരംഭിച്ചത് 22 CF ആൻഡ്രൂസ് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം അത് ജസ്റ്റ് ഒന്ന് അത് കയറി വന്നാണ് കേട്ടോ, കുഴപ്പമില്ല. ആൻഡ്രൂസ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആ ക്വസ്റ്റ്യൻ അവിടെ കയറി വന്നാണ്, കുഴപ്പം. താജ്മഹാലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ടാഗോർ ആണ്. നൊബൽ സമ്മാന ജേതാവായ അമർത്യ സെനിന് അമർത്യ എന്ന പേര് നൽകി ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയ വ്യക്തി. ടാഗോറിന് ഓക്സ്ഫോർഡ് സർവകലാശാല ഡോക്ടറേറ്റ് ബിരുദം നൽകിയ വർഷം 1940 രവീന്ദ്രനാഥ് ടാഗോർ സംഗീതം ചെയ്ത നാടകമാണ് വാൽമീകി പ്രതിമ. വാൽമീകി പ്രതിമ എന്നാണ് ടാഗോർ കഥേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ടാഗോർ തന്നെയായിരുന്നു. ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ആദ്യം നമ്മൾ ബാക്കി കവിതാ സമാഹാരമൊക്കെ പറഞ്ഞു അല്ലേ. ശിലയുടെ ഭാഷ മനുഷ്യരുടെ ഭാഷയെ മറികടക്കുന്നു എന്ന് ടാഗോർ വിശേഷിപ്പിച്ച നിർമ്മിതിയാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ടാഗോറിന്റെ ആത്മകഥ ഏതാണ്? ജീവൻ സ്മൃതിയാണ്. ഏതാണ് മക്കളെ? ജീവൻ സ്മൃതിയാണ്. ടാഗോറിന്റെ ആദ്യത്തെ പ്രസിദ്ധീകൃത കവിത അഭിലാഷ്. ടാഗോർ ആദ്യമായി പ്രസിദ്ധീകൃത കവിതയായ അഭിലാഷ് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? തത്വബോധിനിയാണ്. ടാഗോറിന്റെ പ്രശസ്തമായ കൃതി ഗോര, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഗാർഡനർ, ഭിഖാരിണി, ഗോൾഡൻ ബോർഡ്, കിങ് ഓഫ് ദ ഡാർക്ക് ചേംബർ ഒക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ടാഗോറിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. ഭാനുസിംഹം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നു. ടാഗോറിന്റെ ഗാനശാഖ എന്താണ്? രവീന്ദ്ര സംഗീതം. ടാഗോറിന് 180-ാം ജന്മവാർഷികമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ്? സംസ്കൃതി എക്സ്പ്രസ്. മുസോളിനിയുടെ ക്ഷണം സ്വീകരിച്ച് 1926 ഇറ്റലി സന്ദർശിച്ച ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. മോത്തിലാൽ നെഹ്റുവും ചിത്തരഞ്ജൻ ദാസും ചേർന്ന് സ്വരാജ് പാർട്ടി ആരംഭിച്ച വർഷം ഏതാണ്? 1923. ഏതാണ് മക്കളെ ആൻസർ? ഓപ്ഷൻ ഡി 1923. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ആര്? ജവഹർലാൽ നെഹ്റുയുടെ പിതാവാണ്. ജനിച്ച വർഷമൊന്നും വേണ്ട. CR ദാസിനോടൊപ്പം ചേർന്ന് മോത്തിലാൽ നെഹ്റു 1923 സ്ഥാപിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ജാലിയൻവാലാ ബാഗ് എതിരെ പ്രമേയം അവതരിപ്പിച്ച 1919 അമൃത്സർ കോൺഗ്രസ് സമ്മേളനത്തെ പ്രസിഡന്റ് ആയിരുന്നു ആര്? മോത്തിലാൽ നെഹ്റു. പുത്രിക രാജ്യ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച 1928 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ കൂടിയായിരുന്നു ആര്? മോത്തിലാൽ നെഹ്റു. ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കുന്ന രൂപം കൊണ്ട് നെഹ്റു കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആര്? മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതൊക്കെയാണ്? 1919 അമൃത്സർ സമ്മേളനം, 1928 കൽക്കത്ത സമ്മേളനമായിരുന്നു.
ഭരണഘടന സംബന്ധിച്ച് മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഏതാണ്? 1928 ഏത് റിപ്പോർട്ടാണ്? നെഹ്റു റിപ്പോർട്ടാണ്. ദെൻ മോത്തിലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ നൽകിയ ഭവനം ഏതാണ്? മോത്തിലാൽ നെഹ്റു കോൺഗ്രസ് നൽകിയ ഭവനമാണ് ആനന്ദ ഭവനം കേട്ടോ. ദെൻ നെഹ്റു INC വിടാൻ കാരണമായ സമ്മേളനം 1922 ഗയാ സമ്മേളനമാണ്. CR ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റുവും സെക്രട്ടറിയും ആ സമയത്തായിരുന്നു. ദെൻ ചുവടെ തന്നിരിക്കുന്ന ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. പഞ്ചാബ് സിംഹം പഞ്ചാബ് കേസരി എന്ന് അറിയപ്പെട്ടു എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ? അത് ശരിയാണ് അല്ലേ. ദെൻ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനാണ്. 1922 ഗയാ സമ്മേളന അധ്യക്ഷൻ എന്ന് പറയുന്നു. ആണോ? അല്ല. എന്താണ്? 1920 കൽക്കത്തയിൽ നടന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു ആര്? ലാലാ ലജ്പത് റായ്. പിന്നെന്താണ്? 1928 സൈമൺ കമ്മീഷനെ പ്രതിഷേധിച്ച് പങ്കെടുക്കെ തുടർന്ന് ലാത്തി ചാർജിൽ പരിക്കേൽക്കും പറഞ്ഞു. അത് ശരിയാണ്. അത് ശരിയാണ്. ശരി. ഇതെന്താണ്? 1920 പ്രത്യേക സമ്മേളനമാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഹിന്ദു ഓർഫൻ ലീഗ് മൂവ്മെന്റ് 1897 സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? ലാലാ ലജ്പത് റായ്. 1920 കൽക്കത്തയിൽ നടന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ഓഫ് അമേരിക്ക ന്യൂയോർക്കിൽ സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? ലാലാ ലജ്പത് റായ്. 1928 സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും തുടർന്ന് ലാത്തി ചാർജിൽ പരിക്കേറ്റ് അന്തരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് ലാലാ ലജ്പത് റായിയുടെ പ്രബന്ധമാണ് ആര്യ ഗസറ്റ്. 1920 ലാലാ ലജ്പത് റായും NM ജോഷിയും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലാലാ ലജ്പത് റായിയുടെ പ്രധാന കൃതിയാണ് എന്ത്? അൺഹാപ്പി ഇന്ത്യ, ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ, ദ മെസ്സേജ് ഓഫ് ദ ഭഗവത്ഗീത എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ എന്ന പുസ്തകം രചിച്ചത് ലാലാ ലജ്പത് റായാണ്. എൻ്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണിക്കല്ലുകളായി മാറുമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ് ലാലാ ലജ്പത് റായ്. ക്ലിയർ ആണോ? ദെൻ പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവ്, പശ്ചിമ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തി, സ്വാതന്ത്ര്യ സമര സേനാനിയാരാണ്? ഇതാണ് മക്കളെ ഓപ്ഷൻ എ അല്ലെ. MG റാനഡെ അല്ലെങ്കിൽ മഹാദേവ് ഗോവിന്ദ റാനഡെയാണ്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് അല്ലെ. ദെൻ അഹമ്മദ് നഗർ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയാണ്. മഹാരാഷ്ട്ര ഗോൾഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് MG റാനയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് മറാത്ത. ദെൻ ശക്തിയുടെ ഉദയം അല്ലെ, മറാത്ത ശക്തിയുടെ ഉദയം. ദെൻ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള ഉപന്യാസങ്ങൾ ഏതൊക്കെയാണ്? മറാത്ത ശക്തിയുടെ ഉദയം, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള ഉപന്യാസങ്ങൾ. പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെ വിധം പഠിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് റാനഡെ. പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവ്. ഗോപാലകൃഷ്ണ ഗോഖലെ രാഷ്ട്രീയ ഗുരുവാണ്. പൂനെ സാർവജനിക് സഭ, അഹമ്മദ് നഗർ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ച വ്യക്തി. MG റാനഡെയും ആത്മറാം പാണ്ഡ്രങ്ങും ചേർന്ന് രൂപീകരിച്ച സമാജം ഏതാണ്? പ്രാർത്ഥന സമാജം, പ്രയർ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ. ദെൻ റാനഡെയുടെ പ്രശസ്തമായ കൃതിയാണ് റൈറ്റ്സ് ഓഫ് മറാത്ത പവർ. പഠിക്കാൻ അവസരം ലഭിച്ച ഓരോ ആളും അത് ലഭിച്ചിട്ടില്ലാത്ത ഓരോരുത്തരെയും പഠിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അത് ഡിസ്കസ് ചെയ്ത് ദെൻ അടുത്ത 25ാമത്തെ ചോദ്യം, നമ്മളുടെ ലാസ്റ്റ് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ചേരുംപടി എന്ത് ചെയ്യുക? അങ്ങോട്ട് ചേർക്കാനാണ് പറഞ്ഞത്. ജവഹർലാൽ നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് മക്കളെ? ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അല്ലെ. ഏതാണ്? ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇവിടെ നമുക്ക് C ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ദെൻ പട്ടേൽ ആഭ്യന്തര മന്ത്രിയാണ്. മൗലാന വിദ്യാഭ്യാസ മന്ത്രി. ദെൻ അംബേദ്കർ നിയമമന്ത്രിയാണ് അല്ലെ. ഏതാണ് ഓപ്ഷനായിട്ട് വരിക? ഓപ്ഷൻ B ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടുള്ള 25 ക്വസ്റ്റ്യൻസ്
അതുമായിട്ട് എല്ലാ ഫാക്ട്സും മാക്സിമം നമ്മൾ SCERT NCERT നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. എല്ലാ കണ്ടൻസും എന്ത് ചെയ്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രം ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാനവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, എനിക്ക് ഡൗട്ട് ആയതുകൊണ്ട് പിൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഞാനിവിടെ എല്ലാ കണ്ടൻസും ടൈപ്പ് ചെയ്ത് കയറ്റാൻ കാരണം നമ്മൊന്ന് സ്പീഡാവുന്നു, പെട്ടെന്ന് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എല്ലാ കണ്ടൻസും. എനിക്കിത് ശരിക്കും ഡബിൾ പണിയാണ്, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.